പന്നിയെ പിടികൂടുന്ന ചിത്രം പുറത്തു വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ശ്രീനേഷ്, ശ്രീജിത്ത് എന്നിവരുടെ ഫാമിലെത്തിയ കടുവയുടെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ സ്ഥാപിച്ച ക്യാമറയിലാണ് ചിത്രം ലഭിച്ചത്. വനം വകുപ്പിന്റെ ക്യാമറ ട്രാപ്പിലും ചിത്രം ലഭിച്ചിരുന്നു. WWL 39 എന്ന പെൺകടുവയാണ് ഇതെന്ന് വനം വകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കടുവയ്ക്കായി മേഖലയിൽ 2 കൂടുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതേ ഫാമിൽ 3 തവണ കടുവ എത്തിയിരുന്നു. കമൽ ചേരുന്നു. കമൽ, ഈ പലതവണയായി ക്യാമറയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നതല്ലാതെ പിടികൂടാനായി കൂടുകൾ വെച്ചിട്ടും അതിനുള്ളിലേക്ക് കയറുന്നില്ല എന്നൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലേ? മോത്തി, ഈ മൂടക്കൊല്ലി എന്ന് പറയുന്നത് വാഗേരിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. നമുക്കറിയാം, വാഗേരിയിലാണ് ഒരു മാസം മുമ്പ് ഒരു മനുഷ്യനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം ആ കടുവയെ പിടികൂടി തൃശൂർ സൂവിലേക്ക് മാറ്റിയിരുന്നു. അതിന് ശേഷമാണ് ഈ മൂടക്കൊല്ലി തുടർച്ചയായി കടുവയുടെ സാന്നിധ്യം ഉണ്ടായത്. ഒരു പന്നി ഫാമിൽ ആദ്യം 21 പന്നി കുഞ്ഞുങ്ങളെ കടുവ പിടിച്ചു. അത് കഴിഞ്ഞ് അവിടെ കൂട് സ്ഥാപിച്ചു. പക്ഷെ വീണ്ടും ഫാമിൽ കടുവയെത്തി. അവിടെ വനം വകുപ്പ് ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചു. അതോടൊപ്പം ഈ കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയും ക്യാമറ സ്ഥാപിച്ചിരുന്നു. ആ ക്യാമറയിൽ നിന്നുള്ള ചിത്രമാണ് നമ്മൾ കാണുന്നത്, കടുവ പന്നിയെ പിടികൂടുന്നത്. എന്തായാലും വനം വകുപ്പ് ഈ കടുവയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ വനം വകുപ്പിന്റെ ഡാറ്റാ ബാങ്കിലുള്ള വയനാട് വൈൽഡ് ലൈഫ് 39 എന്ന പെൺകടുവയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കടുവയെ കൊടുക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇത് നീണ്ടുപോവുകയാണെങ്കിൽ ഒരുപക്ഷെ മയക്കുവെടി വെക്കുന്നത് അടക്കമുള്ള ഒരു കാര്യത്തിലേക്ക് വനം വകുപ്പ് കടക്കേണ്ടി വരും. ഈ കൂട് വെക്കുക എന്നുള്ളതാണ് ആദ്യപടി. കൂട് വെച്ച് കടുവയെ പിടികൂടാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമമടക്കം തുടരേണ്ടി വരും. എന്തായാലും ഈ മേഖലയിലെ കടുവാ ഭീതി ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോത്തി, ശരി കമൽ. വയനാട് മേഖലയിൽ കടുവാ ഭീതി ഇപ്പോഴും ഒഴിയുന്നില്ല എന്നാണ് കമൽ പറയുന്നത്. ശരിയാണ്, അവിടുത്തെ ജനജീവിതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് തവണയായി അവരുടെ പന്നി വളർത്തൽ ആ ഫാമിലടക്കം വന്ന് കടുവ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒരു മനുഷ്യ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. ഉടനെ തന്നെ ഈ പറയുന്ന പ്രശ്നക്കാരിയായ കടുവയെ പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.